പെയർ ഏതാ വേണ്ടത്? നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പെയർ ഏതാ? യൂറോ യു എസ് ടി. യൂറോ യു എസ് ടി. യൂറോ യു എസ് ടിയുടെ വീക്ക്ലി ചാർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. യൂറോ യു എസ് ടി നമ്മൾ കഴിഞ്ഞ 2 കറൻസി പെയർ നമ്മൾ എന്ത് ചെയ്യും, വീക്ക്ലി ഡയറക്റ്റ് വീക്കിലേക്ക് വന്നിട്ടാണ് ഒരു അനാലിസിസ് ചെയ്ത്. പക്ഷേ ഇത് നമുക്കെന്ന് വെച്ചാൽ ഒന്ന് ഓവറോൾ ട്രെൻഡ് ഒന്ന് നമുക്ക് നോക്കണം. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്ട്രോങ് ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നോക്കി എല്ലാവർക്കും അറിയാം എന്താണ് മാർക്കറ്റ് നല്ല രീതിയിലൊരു ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് ഒരു ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. മാർക്കറ്റ് നല്ല രീതിയിലൊരു ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. ആ ഷിഫ്റ്റ് തന്നതിന് ശേഷം വീണ്ടും എന്താണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ട് പോയിട്ട് ഒന്ന് ചെറിയൊരു റിജക്ഷൻ വന്നിട്ടുണ്ട്. ഇത് വീക്ക്ലിയിലാണ് ഞാൻ പറയുന്നത്. ചെറിയ റിജക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലിയിലും മറ്റുള്ളതിലൊക്കെ 4 ഹവറിലും 1 ഹവറിലൊക്കെ വലിയ റിജക്ഷനാണ്. റിജക്ഷൻ വന്നിട്ടുണ്ട്. റിജക്ഷൻ വന്നിരിക്കുന്ന മൾട്ടിപ്പിൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ് മൾട്ടിപ്പിൾ ആയിട്ട് വന്നിരിക്കുന്നത്. നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിജക്ഷൻസ് വന്നിരിക്കുന്നത് ഈ ഏരിയയിലാണ്. ആ ഏരിയയിലേക്ക് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് വീക്ക്ലി അനാലിസിസ് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓവറോൾ ട്രെൻഡ് പറയാൻ ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ചതല്ല, പറഞ്ഞത് അതാണ്. എന്താണ് ഇത് ഈ ഓവറോൾ ട്രെൻഡിൽ ഇപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ വീക്ക്ലി അനാലിസിസ് ചെയ്യാൻ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെ സപ്പോർട്ടായിട്ടുള്ളൊരു ഏരിയയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടെ നിന്ന് ഒരു കണ്ടിന്യൂഷൻ എന്ന് വെച്ചാൽ അപ് ട്രെൻഡാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു അപ് ട്രെൻഡാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൻ്റെ റീസൺസ് ഞാൻ ഒന്ന് പറയാം. ഈ സപ്പോർട്ട് ഏരിയയുടെ ഉള്ളിലുള്ള വീക്ക്ലി ഇൻബാലൻസ് ആണ് ഈ കാണുന്നത്. വീക്ക്ലി ഇൻബാലൻസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. വീക്ക്ലി ഇൻബാലൻസിൽ വന്നിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ റിജക്ഷൻ കിട്ടിയിട്ട് വീക്ക്ലി ഇംബാലൻസിൽ നല്ല രീതിയിൽ റിജക്ഷൻ കിട്ടിയിട്ട് ഇത് മുകളിലോട്ട് വന്നിട്ട് ആദ്യത്തെ 3 ആഴ്ച ഇപ്പോൾ കഴിഞ്ഞ 3 ആഴ്ച അത്യാവശ്യം മുകളിലേക്ക് കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഇപ്പം നിൽക്കുന്നൊരു ഏരിയ എന്ന് പറയുന്നത് ഒരു ചെറിയ റെസിസ്റ്റൻസ് ഏരിയയാണ്. ഇപ്പം നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു ചെറിയ റെസിസ്റ്റൻസ് ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ നമുക്ക് നെക്സ്റ്റ് വീക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഓവറോൾ ട്രെൻഡാണ് നേരത്തെ പറഞ്ഞത്. ഓവറോൾ ട്രെൻഡ് എങ്ങനെയായിരിക്കും എന്ന് നേരത്തെ പറഞ്ഞത് അപ് ട്രെൻഡാണെന്ന് പറഞ്ഞത്. ഓക്കെ, ഈ റിയാക്ഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി മുകളിലോട്ട് പോയിട്ട് ഒരു ചെറിയ ഇറക്കം, അത് കാര്യമായിട്ടുള്ള ഇറക്കമായിരിക്കില്ല, ചെറിയൊരു ഇറക്കം ഇവിടം വരെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ല ഡയറക്റ്റ് താഴേക്കാണ് വരുന്നതെങ്കിൽ, ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് തുറന്ന് ഡയറക്റ്റ് താഴേക്കാണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നായിരിക്കും നെക്സ്റ്റ് പോക്കുണ്ടാവും. ഡയറക്റ്റ് താഴോട്ടേക്കാണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നായിരിക്കും നെക്സ്റ്റ് മുകളിലോട്ടുണ്ടാവുക പോക്കുണ്ടാവുക. ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും നെക്സ്റ്റ് മുകളിലോട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്ക്ലി അനാലിസിസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വീക്ക്ലി എൻട്രി എടുക്കുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി നിങ്ങൾക്ക് ഇവിടം വരെ ഈ പറഞ്ഞ ചോപ്പ് ലൈൻ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. 1:6 ഉള്ളൂ. കാരണം യൂറോ യു എസ് ടി ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വീക്ക്ലി ചെയ്യുന്ന സമയത്ത് യൂറോ യു എസ് ടി ഒക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം മൂവ്മെൻറ്റ് നല്ലോണം ഉണ്ട്. പക്ഷെ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കുറവ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയൊരു പെയറാണ്. പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് നല്ലോണം ഉള്ളതാണ്. പിന്നെ കറൻസിയിൽ ഏറ്റവും കൂടുതൽ മണി ഫ്ലോ നടക്കുന്ന ഒരു പെയറും കൂടിയാണ് യൂറോ യു എസ് ടി എന്നുള്ളത്. പിന്നെ 20 ബിപ്സ് 30 ബിപ്സ് പോലുള്ള ചലഞ്ചിന് അത്യാവശ്യം നല്ലോണം വെയിറ്റ് ചെയ്ത് ട്രേഡ് എടുക്കാൻ കഴിയുന്ന ഒരാൾക്ക് പറ്റിയ ചലഞ്ചിന് ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യമാണ് യൂറോ യു എസ് ടി. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ ഇപ്പോൾ ഈ സംസാരിച്ചാൽ? അൻവർ ചോദിച്ചതെന്ന് GBP USD GBP USD. ഇതിൻ്റെ യൂറോ യു എസ് ടിയുടെ മൂവ്മെൻറ്റ് നിങ്ങൾ നോക്കുക. GBP എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ടാണ്. യൂറോ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കറൻസിയാണ്. അപ്പോൾ ഏകദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് റേറ്റ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹൈ ആയിരിക്കും. മൂവ്മെൻറ്റ് അതിൻ്റെ കോറിലേഷൻ റേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇറക്കുറ നോക്കുന്ന സമയത്ത് കാണാം ഇതെന്താണ് ക്യാൻഡിൽ അപ്പ് മൂവ്മെൻറ്റിൽ തന്നെയാണ് നിൽക്കുന്നതെന്നുള്ളത്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സിംഗ് ലോയും ഹൈയും ആണ് മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇവിടെ ഇതിൽ കുറച്ച് ഇതുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞതിൽ വ്യത്യാസമുണ്ട് കുറച്ച്. ഞാനൊരു സിംഗ് ഹൈയും സിംഗ് ലോയും നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്, റേഞ്ചിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ആ റേഞ്ചിൽ കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ ഞാനിതിൻ്റെ ഓവറോൾ ട്രെൻഡിൽ നിന്നാണ് തുടങ്ങുന്നത്, യൂറോ യു എസ് ടി തുടങ്ങുന്ന പോലെ. കഴിഞ്ഞ തവണ എന്തായിരിക്കുന്നത്, ഇവിടെ നമുക്കൊരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക് കിട്ടിയിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് റീടെസ്റ്റിന് മുകളിലോട്ട് കയറി പോയിട്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് റിജക്ഷൻ
ചെറിയ റിജക്ഷൻ കഴിഞ്ഞ വീക്കിലി വന്നിട്ടുണ്ട്. വീക്കിലി ചെറുത് എന്ന് പറയുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഡേയിലും അതുപോലെ തന്നെ ഷോർട്ടർ ടൈം ഫ്രെയിമിൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിജക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി ഈ കഴിഞ്ഞ തവണത്തെ വീക്കിലി ഹൈയും നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്, വീക്കിലി ലോയും നോട്ട് ചെയ്യുന്നുണ്ട്. ഒരു ബുള്ളിഷ് ക്യാൻഡിലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ വീക്കിലി ലോയിനെ ഞാൻ എടുത്തിട്ട് ഇവിടേക്ക് വെച്ചിട്ട് കൊണ്ടുണ്ട്. ഓക്കെ, ഇവിടേക്ക് വെക്കുന്നുണ്ട്. ബുള്ളിഷ് ക്യാൻഡിൽ ആയതുകൊണ്ട് കേട്ടോ, ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ കണ്ടിന്യൂഷൻ ആണ് മറ്റൊരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വയ്ക്കുന്നത്. പ്രൈസ് ആക്ഷൻ ആണ്, ചിലർക്ക് ഒട്ടും പിടുത്തം കിട്ടിയെന്ന് അറിയില്ല, അറിയാൻ സാധ്യതയില്ല, അത് പിന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീക്കിലി ക്യാൻഡിൽ നല്ലൊരു മുകളിലോട്ട് കയറി നല്ലൊരു റിജക്ഷൻ വന്നു. എല്ലാവർക്കും അറിയാം എവിടെ നിന്നാണ് റിജക്ഷൻ വന്നിരിക്കുന്നതെന്ന് അറിയാം. എന്താണ് ഈ ഒരു ഏരിയ, എന്താണ് ഈ ഏരിയ, നമുക്ക് എന്താണ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇവിടുത്തെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഇവിടെയാണ് സപ്പോർട്ട് ഏരിയ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത് എങ്ങനെ മൂവ് ചെയ്യാം, നെക്സ്റ്റ് വീക്ക് എങ്ങനെ മൂവ് ചെയ്യാം എന്നുള്ള നമ്മുടെ അനാലിസിസ് ആണ് നടത്തുന്നത്. യൂറോ USDയുടെ പോലെ തന്നെ നമുക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പ് മൂവ്മെൻ്റ് ആണ് ഇതിന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കത് ഇത്തിരി കൂടി ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഡേ ക്യാൻഡിലേക്ക് പോകാം. ഡേ ക്യാൻഡിലേക്ക് പോകുമ്പോൾ എന്താണ്, വളരെ ക്ലിയർ ആയിട്ടുള്ള റിജക്ഷൻ കിട്ടുന്നുണ്ട് അല്ലേ, മുകളിൽ നിന്ന് ക്ലിയർ ആയിട്ട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഡേ ക്യാൻഡിലിൽ ഇംബാലൻസ് എന്നാണ് ക്ലിയർ ആയിട്ടുള്ള റിജക്ഷൻ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇംബാലൻസ് എന്നാണ്, ഡേ ക്യാൻഡിൽ ഇംബാലൻസ് എന്നാണ് ക്ലിയർ ആയിട്ട് റിജക്ഷൻ കിട്ടിയിരിക്കുന്നത്. ആ ഒരു റിജക്ഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എവിടം വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടം വരെയാണ് ആ റിജക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് 1-2 ദിവസം നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇതിൽ പറഞ്ഞ പോലെ തന്നെ, യൂറോ USDയിൽ പറഞ്ഞ പോലെ തന്നെ ഒന്ന് താഴോട്ടേക്ക് വന്നിട്ട് എവിടേക്കാണ്, മുകളിലോട്ട് ബ്രേക്ക് ചെയ്തിട്ട് പോകാനാണ് സാധ്യത. അപ്പോൾ GBP USDയിൽ എടുക്കുന്ന ആളുകൾ ഇതിന് ഇത്രയും റിജക്ഷൻ കിട്ടിയ ഇതായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ, ഇത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിൻബാർ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ്, ചിലപ്പോൾ ഒന്ന് തിങ്കളാഴ്ചത്തെ ഒരു ക്യാൻഡിൽ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മുകളിലോട്ട് കയറിപ്പോകും. തിങ്കളാഴ്ചത്തെ ക്യാൻഡിൽ ഒന്ന് ഇവിടെ വരെ ഒന്ന് മുകളിലോട്ട് കയറി പോയിട്ട് അധികം പോവില്ല, ഈ കാരണം ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, ലോ അല്ല ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവും. പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഒരു ഷാർപ്പായിട്ടുള്ളൊരു വീഴ്ച ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു ഷാർപ്പായിട്ടുള്ള വീഴ്ച ഇവിടം വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തിങ്കളാഴ്ച ട്രേഡ് ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ ഈ റേഞ്ചിൽ ചെയ്യാം. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നിങ്ങൾക്ക് വലിയൊരു സ്റ്റോപ്പ് ലോസ് കിട്ടും. അതുപോലെ റിസ്ക് റിവാർഡ് കാര്യമായിട്ടുള്ള ഒരു ഇതല്ല, സ്വിംഗ് ട്രേഡിങ്ങിൻ്റെയാണ് ഞാൻ പറയുന്നത് കേട്ടോ, റിസ്ക് റിവാർഡ് കാര്യമായിട്ടുള്ളതല്ല. നമുക്ക് വേണമെങ്കിൽ 4 hourൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി നോക്കാം. 4 hourൽ എന്താണ്, 4 hourലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്ക് പോകണ്ട, കുറച്ചും കൂടി നമുക്ക് താഴാം, സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടി താഴെ, നമുക്ക് ഈ ഒരു ലെവലിലേക്ക് സ്റ്റോപ്പ് ലോസ് താഴാം. പിന്നെ 4 hourൽ നമുക്ക് തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റേഞ്ചിലേക്ക് തന്നെ റിട്ടേൺ ആണ് 4 hourലേക്ക് നമുക്ക് ഇത് തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേഞ്ചിലേക്കുള്ള റിട്ടേൺ ആണ് തരുന്നത്. കാരണം ഇതൊരു എന്ത് ഏരിയയാണ്, ഇതൊരു എന്ത് ഏരിയയാണ്, ഇത് നമുക്കൊരു സപ്പോർട്ട് ഏരിയ ആണ് അല്ലേ, സപ്പോർട്ട് ഏരിയ ആണ്, ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ ഈ റേഞ്ചിലേക്ക് തന്നെ ഒരു റിയാക്ഷൻ തരുന്നതാണ് 4 hourൽ നമുക്ക് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതാണ്. അവിടെ നിന്ന് റിയാക്ഷൻ തന്നതിന് ശേഷം ഒരു ഷാർപ്പ് വീഴ്ച ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഷാർപ്പ് വീഴ്ച എന്ന് പറയുന്നത്, ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്, എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലിലേക്കാണ്, ഈ ലെവലിലേക്കാണ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത്, ഈ ലെവലിലേക്കാണ്. അപ്പോൾ സ്വിങ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി യൂറോ USDനേക്കാളും കുറച്ചും കൂടി ആപ്റ്റ് എനിക്ക് തോന്നുന്നു GBP USDയിലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഓൾറെഡി നല്ലൊരു റിജക്ഷൻ കിട്ടി, നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി, അതിന് റിജക്ഷൻ എൻഗൾഫ് ചെയ്തിട്ട് വന്നു. പിന്നെ അതിന് ശേഷമുള്ള ക്യാൻഡിൽ നിൽക്കുന്നത് ഒരു ചെറിയ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ആ സപ്പോർട്ടിൽ നിന്ന് മുകളിലോട്ടൊന്ന് പോയി കഴിഞ്ഞ് അവിടുന്ന് റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ഒരു ട്രേഡ് എടുക്കാം. ആ ട്രേഡ് നമുക്ക് ഏകദേശം 145 പിപ്പാണ് കേട്ടോ അവിടെ കിടന്ന്, 145 പിപ്പിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. ഇവിടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 44 പിപ്പാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇത് GBP USD 145 എന്ന് പറയുമ്പോൾ ഗോൾഡായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒന്നുമല്ല സത്യത്തിൽ ഇത്, അല്ലല്ലോ. പക്ഷെ സ്വിങ് ചെയ്യാൻ ഇതെന്താണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു സെല്ലിങ് ഇത് കഴിഞ്ഞിട്ട് സ്വിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ അൻവർ? സംശയം ഉണ്ടോ എന്തെങ്കിലും? ഇല്ല, ഇവിടെ റിജക്ഷൻ ഈ റെസിസ്റ്റൻസിനല്ല പ്രതീക്ഷിക്കേണ്ടത്. ഈ റെസിസ്റ്റൻസിൽ ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, ഇവിടുന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പ്രതീക്ഷിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ കാണാം കുറച്ചും കൂടി ഒരു ചെറിയൊരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്, കണ്ടില്ലേ? 4 hour ഇംബാലൻസ് ചെറിയൊരു ഇംബാലൻസ് ആണ്. ചിലപ്പോൾ ഈ ക്യാൻഡിൽ ഒന്ന് വന്നിട്ട് താഴത്തേക്ക് വന്നിട്ട് വീണ്ടും ഒരു കയറ്റം കയറി ഇവിടുന്ന്. എന്നിട്ട് കാരണം ഇംബാലൻസ് മാത്രമല്ല, ഇവിടുന്ന് റിജക്ഷൻ ക്യാൻഡിലും കൂടി ഉണ്ട്, വലിയൊരു പിൻബാർ ക്യാൻഡിലും കൂടി ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് താഴത്തേക്ക്, ചിലപ്പോൾ ഞാൻ പറഞ്ഞ തിങ്കളാഴ്ച മോളിക്കായിരിക്കില്ല കയറുണ്ടാവുക,
താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ പോവുകയുണ്ടാവുക. മനസ്സിലായോ? മനസ്സിലായോ? ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ആയിരിക്കും വീഴുണ്ടാവുക. അപ്പോൾ യൂറോ യു എസ് ടി ഇത് നോക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, യൂറോ യു എസ് ടിയുടെ മൂവ്മെൻറ്റ് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കണം, ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം ഇതെല്ലാം കോറിലേഷൻ ഏകദേശം ഈക്വൽ ആണ്, എന്നുവെച്ചാൽ പോസിറ്റീവ് കോറിലേഷൻ ആണ്, നെഗറ്റീവ് അല്ല, എല്ലാം പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അനാലിസിസിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് അനാലിസിസ് അറിയാലോ. അനാലിസിസ് എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ആണ് അതിന്. അതൊരു 100% അനാലിസിസ് അല്ല. എന്തോ ഇതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ 2 ആഴ്ച നമുക്ക് ഏകദേശം അനാലിസിസ് ചെയ്ത പോലെ തന്നെ സംഭവിച്ചു. ഈ ആഴ്ച അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഈ ആഴ്ച കുറച്ചും കൂടി കൂടുതൽ പെയർ പറഞ്ഞിട്ടുണ്ട്. ഗോൾഡിലാണെങ്കിൽ നമുക്ക് ഇത് ഇത്തിരി കൂടി ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഇത്തിരി കൂടി നമുക്ക് ആക്യുറസി കിട്ടും. അപ്പോൾ ഇവിടെ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും എനിക്ക് GBP USD കാണുമ്പോൾ എനിക്ക് ചെറിയൊരു കോൺഫിഡൻറ്റ് തോന്നുന്നുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ എന്നുള്ള ലെവലിലും സെക്കൻഡ് ടാർഗറ്റ് ഇതിലെന്നുള്ള ലെവലിലും ചെറിയൊരു കോൺഫിഡൻറ്റ് കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഒരു ഇതുകൊണ്ട് കിടക്കുന്നുണ്ട് ഇല്ലേ, കിടക്കുന്നില്ലേ, 4 ഹവറിൻ്റെ അതിൽ കിടക്കുന്നുണ്ട് ഇല്ലേ, ഒരു 4 ഹവറിൻ്റെ അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഇവിടം വരെ ഒരു എക്സ്പെക്റ്റേഷൻ കാണുന്നുണ്ട്. ഇവിടം വരെ ഒരു എക്സ്പെക്റ്റേഷൻ കാണുന്നുണ്ട്, സെക്കൻഡ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ ഇത് എത്ര ദിവസം കൊണ്ട് എത്തുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എത്താൻ സാധ്യതയുണ്ട്. ഒരു 3 ഡേയ്സ് ഒക്കെ ആയിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ റിജക്ഷൻ കിട്ടിയ സ്ഥിതിക്ക് മുകളിലേക്ക് ഒരു പെട്ടെന്നൊരു കുതിപ്പുണ്ടാവില്ല. ഒരു ചെറിയ ഒരു ഫസ്റ്റ് ഡേ വന്നിട്ട് ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കൺസോളേഷൻ ആവും നടക്കുക. ഇവിടെ വന്നിട്ട് മുകളിലേക്ക് വന്നിട്ടായിരിക്കും പിന്നെ ഫസ്റ്റ് ഡേ, പിന്നെ സെക്കൻഡ് ഡേ ആയിരിക്കും വീഴുക. പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ അന്ന് ഗോൾഡിൻ്റെ പറഞ്ഞ് നമ്മൾ 3 ദിവസം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് എന്ത് ചെയ്തു, ഏകദേശം 75% മുകളിൽ ട്രാവൽ ചെയ്തു. അപ്പോൾ ഇതെന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. നാളത്തെ മൂവ്മെൻറ്റ് മണ്ടത്തെ കാലത്തെ മൂവ്മെൻറ്റ് നോക്കാം. കാലത്തെ മൂവ്മെൻറ്റ് കാര്യമായിട്ടുണ്ടാവില്ല. കാരണം അത് GBP USD അല്ല, ഉച്ചയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കിയതിന് ശേഷം ഒരു എൻട്രി നോക്കിയാൽ മതി. ഉച്ചയ്ക്ക് ശേഷം ഒരു എൻട്രി നോക്കിയാൽ മതി. എൻട്രി പൊസിഷൻ അല്ല, ഇവിടേക്ക് എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻട്രി എടുത്തോ. ന്യൂസ് തിങ്കളാഴ്ച ഉണ്ടോ? ന്യൂസുകൾ നോക്കാം. നാളെ തിങ്കളാഴ്ച ഉണ്ടാവില്ല. തിങ്കളാഴ്ച കുറവാണ്. എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ല. വളരെ കുറവായിട്ടുള്ള ഇതാണ് തിങ്കളാഴ്ച ഉണ്ടാവില്ല. അടുത്ത ആഴ്ച വലിയൊരു ന്യൂസ് ഇല്ല, ഉണ്ടാവില്ല. ഞാൻ നോക്കിയിട്ടില്ല. ന്യൂസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കുകയാണ്.